തുടരും കണ്ടു. അല്ല, കിടിലം പടം. കിടിലം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം. നമ്മൾ കുറേ വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നമ്മളെ ലാലേട്ടൻ്റെ ആ ഒരു കംബാക്ക് ശരിക്കും ഈ പടത്തിലാണ്. ആ ഒരു വിൻറ്റേജ് വൈബ് ഉണ്ടല്ലോ മൂപ്പറുടെ, അത് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണത്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളികളല്ലാത്ത ഓഡിയൻസിനൊക്കെ ഇത് എത്രത്തോളം ഈ സിനിമ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഇഷ്ടപ്പെടുന്ന പോലെ അവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറയുന്നത്. നമ്മൾ കുറേ കാലമായിട്ട് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല. ഈ പടത്തിൽ നമുക്ക് കിട്ടി. കിട്ടില്ല സാധനം. ഇതാണ് കംബാക്ക്. ഇതാണ് നമ്മൾ കുറേ കാലമായിട്ട് കാത്തിരുന്ന ആ ഒരു ലാലേട്ടൻ പടം. ഒരു കംപ്ലീറ്റ് ആക്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് മൂവി. പടം കഴിയുമ്പോൾ മോഹൻലാൽ തുടരുമെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് അവിടെ കിട്ടുന്നത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടല്ലോ. ഒരു നല്ല കിടിലം നമ്മൾ കുറേ കാലമായിട്ട് കാത്തിരുന്ന ഒരു പടം കണ്ട് ഇറങ്ങി വരുമ്പോൾ ഒരു തൃപ്തി, അങ്ങനെ ഒരു തൃപ്തി തന്ന കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ പടം കണ്ടൊരു തൃപ്തി വന്നൊരു പടമാണ് തുടരും. കിടില സാധനം, ഗ്രേറ്റ് എക്സിക്യൂഷൻ ആൻഡ് ഗ്രേറ്റ് റൈറ്റിംഗ്. അല്ല, കിടിലിനായിട്ട് ഇതിൻ്റെ ഒരു ജോണർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട് പടത്തിന്. അത് അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫ്ലോ ഉള്ള ഒരു പടമാണ്. ഒരു സമയത്ത് ഈ സിനിമയ്ക്ക് ഒരു സ്റ്റക്കില്ല. നമുക്ക് എവിടെയും ഒരു മിനിറ്റ് പോലും നമുക്ക് തന്ന് നമ്മളിപ്പോൾ ഒന്ന് ആലോചിപ്പിച്ച് ഇവിടെ ഒരു ലാഗ് വരുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിക്കാൻ വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോ ഉള്ളൊരു പടം. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തി ഒരു നിമിഷം പോലും നമുക്ക് കഥയിൽ നിന്ന് അനാവശ്യമായിട്ടൊന്നും പോവാതെ നല്ലൊരു കഥ കേൾക്കാനാണ് വന്നത്. അത് ഈ പടത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. സോ കംപ്ലീറ്റ്ലി നമുക്കൊരു നല്ലൊരു ഫ്ലോ ഉള്ള തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമ്മൾ പിടിച്ചെടുത്തുന്ന സാധനം. സിനിമയുടെ കഥയെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതിനെ എന്ത് പറഞ്ഞാലും ഇതിനെ പറ്റിയുള്ള സ്പോയിലറാവും. ഇപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് അടിപൊളി, സെക്കൻഡ് ഹാഫ് അടിപൊളി എന്നൊക്കെ അങ്ങനത്തെ ഒരു കാര്യം പോലും ഈ സിനിമയ്ക്ക് പറയാനില്ല. ഒരു കംപ്ലീറ്റ് മൂവി ആയിട്ടാണ് ഈ സിനിമ പറയേണ്ടത്. കാരണം ഇതിൻ്റെ എല്ലാ ഹാഫും എല്ലാ സാധനവും അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ എക്സിക്യൂഷൻ, ചില ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ ലാലേട്ടനെ വെച്ചിട്ടുള്ള ആ ഒരു സാധനമൊക്കെ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞാൽ മറ്റ് ബിഗ് ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പടത്തിൽ പോലും നമുക്ക് കിട്ടാത്ത ആ ഒരു ഫീല് നമുക്ക് ഇതിലെ ഈ ഒരു ചെറിയ ബഡ്ജറ്റുള്ള ഈ ഒരു ചെറിയ പടത്തിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് ഇതാണ്. ആൻഡ് ഗംഭീര കാസ്റ്റിംഗ് ഉണ്ട് ഈ ഒരു പടത്തിൽ. ലാലേട്ടൻ മാത്രമല്ല, ഈക്വലി ഓപ്പോസിറ്റ് നിൽക്കാൻ പറ്റിയ കിഡിലിനൊരു വില്ലൻ ക്യാരക്ടറും ഉണ്ട് ഇതിൽ. ആൾ ഇതിനു മുമ്പ് അവിടെ കണ്ടിട്ടുമില്ല, പക്ഷേ അടിപൊളി ക്യാരക്ടർ, അടിപൊളി എക്സിക്യൂഷൻ, ആ ഒരു കിടിലൻ കാസ്റ്റിങ്ങും മറ്റുള്ള ബാക്കിയുള്ള എല്ലാ വലിയ വലിയ ആക്ടേഴ്സും കൊണ്ട് നമുക്ക് കണ്ടുപരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ കാണാത്തൊരു ഫേസ് വന്ന് സ്കോർ ചെയ്യാന്നൊക്കെ പറയില്ല. അത് പല സമയത്ത് ഫസ്റ്റ് ഹാഫിൻ്റെ ഒക്കെ കൂടുതൽ കുറേ സമയത്ത് ഈ ഊക്കി ആൾ നമ്മളെ കയ്യിലെടുത്ത് പിന്നീട് അങ്ങോട്ട് ആ ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കിഡിലിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ക്യാരക്ടറുണ്ട് ഈ സിനിമയിൽ. അതിന് ഞാൻ പറഞ്ഞ പോലെ അതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം ഈ സിനിമ ആസ്വദിക്കുന്ന സാധനമാണ്. നമ്മൾ കേട്ടറിഞ്ഞ് ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കാണരുത്. ഒന്നും അറിയാതെ ഭയങ്കര പ്ലെയിൻ മൈൻഡോടെ നമ്മളിപ്പോൾ ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഒരു മൊത്തത്തിലൊരു നിഗൂഢതയുള്ള എന്താണെന്നൊരു പിടുത്തമില്ലാത്ത ഒരു ഫാമിലി മൂവി ആയിട്ടല്ലേ നമ്മൾ കയറുക. ആ രീതിക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതും. ഫാമിലി ആയിട്ട് എല്ലാവരും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഇനി അടുത്ത കാലത്തൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറേ നമുക്ക് ഇങ്ങനത്തെ ഒരു പടം കിട്ടിയിട്ട്. സോ അത് മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ആസ്വദിച്ച് കാണുമെന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ആസ്വാദനം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി സ്പോയിൽ ചെയ്യുന്നില്ല. ഇത് നോർമലി നമ്മളൊരു സാധാരണ ഫാമിലി പടം കാണാൻ വേണ്ടിയിട്ടാണ് സിനിമയ്ക്ക് കയറുക. ആ രീതിക്ക് തന്നെ അപ്രോച്ച് ചെയ്യുക. കിടിലൻ പടമാണ് ഇത്. ഈ റീസെൻ്റ്ലി കണ്ട മലയാള സിനിമകളിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് നമുക്ക് മനസ്സിലൊരു നല്ല തൃപ്തി തന്ന നല്ലൊരു കംപ്ലീറ്റ് ആക്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് പടം. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടുപോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.